നമസ്കാരം. യുകെയിൽ മലയാളി യുവാവ് മരിച്ച നിലയിൽ. മിഥുൻ ചന്ദ്രൻ എന്ന യുവാവിന്റെ മരണവാർത്തയാണ് യുകെയിലെ മലയാളികളെ ഞെട്ടിച്ചത്. കാരണം എപ്പോൾ കണ്ടാലും സ്നേഹത്തോടെ പിടിച്ചു നിർത്തി വർത്തമാനം പറയുന്ന പ്രകൃതക്കാരനായ കോട്ടയം സ്വദേശിയായ ചെറുപ്പക്കാരൻ മരണത്തലേന്നും തന്റെ വരുമാന മാർഗമായ ഡെലിവറി ജോലിക്കിടയിൽ കണ്ടുമുട്ടിയ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഒക്കെ സംസാരിച്ചു പിരിഞ്ഞതാണ്. എന്നാൽ എപ്പോഴും എന്ന പോലെ അവസാനവട്ടം കണ്ടപ്പോൾ സംസാരിക്കാൻ നിൽക്കാതെ തിടുക്കപ്പെട്ടു പോകാൻ ശ്രമം നടത്തിയ മിഥുനെയാണ് ഇപ്പോൾ എല്ലാവരും ഓർത്തെടുക്കുന്നത്. എന്നാൽ ആ തിടുക്കം അവന്റെ മനസ്സിലെ കാറ്റും കോളും നിറഞ്ഞ അസ്വസ്ഥതകളുടെ ഭാഗം മാത്രമായിരുന്നുവെന്ന് ഏവരും അറിഞ്ഞത് നടുക്കുന്ന വാർത്ത കേട്ടതോടെയാണ്. 10 വർഷം മുൻപ് സ്റ്റുഡന്റ് വിസയിലെത്തിയ മിഥുൻ അക്കാലത്തെ കടുത്ത കുടിയേറ്റ നടപടികൾ മൂലം ജോലി കണ്ടെത്താനാകാതെ മടങ്ങുകയായിരുന്നു. തുടർന്ന് നാട്ടിലെത്തിയ വിവാഹിതനായ മിഥുൻ നഴ്സായ ഭാര്യ അഞ്ജു വർഗീസിന് പോർട്ട്സ്മൗത്ത് ക്വീൻ അലക്സാൻഡ്ര ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചതോടെയാണ് 2.5 വർഷം മുൻപ് വീണ്ടും യുകെയിലെത്തുന്നത്. കഠിനാധ്വാനിയും സ്നേഹസമ്പന്നനുമായ ചെറുപ്പക്കാരൻ എന്നാണ് ഇയാൾക്കൊപ്പം ജോലി ചെയ്യുന്നവർക്കും അടുത്ത പരിചയമുള്ള സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഓർത്തെടുക്കാനാവുന്നത്. തന്റെ ജീവിതത്തിലെത്തിയ അസാധാരണമായ സംഭവങ്ങൾ പലപ്പോഴും മിഥുൻ സുഹൃത്തുക്കളോടും ജോലിസ്ഥലത്തുമൊക്കെ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ആർക്കും ഇടപെടാനാകാത്ത സങ്കീർണതകളിൽ കൂടിയാണ് മിഥുൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ക്വീൻ അലക്സാൻഡ്ര ഹോസ്പിറ്റലിൽ പാർട്ട് ടൈം ജോലി ചെയ്താണ് അദ്ദേഹം കുട്ടികളെ നോക്കിയിരുന്നത്. ഇതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ ഡെലിവറി ജോലി അടക്കം ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കുന്നത് മിഥുന്റെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുകൂടിയാണ്. 2 മാസം മുൻപ് വീട്ടിൽ അസ്വസ്ഥനായ മിഥുൻ പിന്നീട് പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് പോർട്ട്സ്മൗത്തിന് അടുത്തുള്ള സൗഫി എന്ന സ്ഥലത്ത് ഏകനായി താമസിക്കുകയായിരുന്നു. ഇതിനിടയിലും പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ മൂത്ത മകൾ അയക്കുന്ന സ്നേഹ സന്ദേശങ്ങൾ കൂട്ടുകാരെ കേൾപ്പിച്ചാണ് മിഥുൻ ആശ്വാസം കണ്ടെത്തിയിരുന്നത്. മിഥുന്റെ ഫോൺ പരിശോധിക്കാൻ പോലീസ് തയ്യാറായാൽ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും കണ്ടെത്താനാകുമെന്നാണ് പ്രിയപ്പെട്ടവർ കരുതുന്നത്. അടുത്തിടെ അയർലൻഡിൽ മരിച്ച സഞ്ജു നേരിട്ടതിന് സമാനമായ അനുഭവങ്ങളാണ് മിഥുനും നേരിട്ടതെന്ന് സൂചനകൾ വ്യക്തമാക്കുന്നു. ഏതാനും മാസങ്ങൾക്കിടയിൽ വിസ പുതുക്കേണ്ട സാഹചര്യം എത്തുമ്പോൾ തനിക്കതിന് സാധിച്ചേക്കില്ല എന്ന ആശങ്കയും മിഥുനെ അലട്ടിയിരുന്നതായി പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മിഥുൻ സഹപ്രവർത്തകരോട് പങ്കുവച്ചതും ഇപ്പോൾ മലയാളികൾ തിരിച്ചറിയുകയാണ്. മിഥുന്റെ അടുത്ത ബന്ധുക്കളിൽ ഒരാൾ യുകെയിൽ ഉള്ളതിനാൽ അവർ പോർട്ട്സ്മൗത്തിൽ എത്തിയ ശേഷമാകും സംസ്കാരം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമാകുക. യുകെയിലെ മലയാളി സമൂഹത്തിന് തീരാനഷ്ടവും വലിയൊരു നൊമ്പരവുമാവുകയാണ് മിഥുൻ ചന്ദ്രന്റെ അപ്രതീക്ഷിത വിയോഗം. പ്രതിസന്ധികളെ കഠിനാധ്വാനം കൊണ്ട് മറികടക്കാൻ ശ്രമിച്ച ഒരു യുവാവിന്റെ സ്വപ്നങ്ങളാണ് ഇവിടെ പാതി വഴിയിൽ പൊലിഞ്ഞത്. വിദേശ മണ്ണിലെ ഏകാന്തതയും വിസ സംബന്ധമായ ആശങ്കകളും കുടുംബ പ്രശ്നങ്ങൾ ഒരു മനുഷ്യനെ എത്രത്തോളം തളർത്തുമെന്നതിന്റെ ദയനീയമായ ചിത്രം കൂടിയാണ് മിഥുന്റെ ജീവിതം നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. പ്രവാസ ലോകത്ത് മാനസികമായ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് താങ്ങാവാനും അവരെ ചേർത്തു നിർത്താനും കൂടുതൽ ജാഗ്രത വേണമെന്ന വലിയൊരു പാഠം കൂടി ഈ മരണം മലയാളികളെ ഓർമ്മിപ്പിക്കുന്നു. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കൃത്യമായി പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. മിഥുന്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബത്തിന്റെ വേദനയിൽ നമുക്കും പങ്കുചേരാം.